സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഭാരവാഹി തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. ഇതോടെ സ്ഥാനാർത്ഥി ചിത്രത്തിന് അന്തിമ രൂപമാകും. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക നടൻ ജഗദീഷ് പിൻവലിച്ചാൽ ശ്വേത മേനന്റെ സാധ്യതയേറും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 6ഉം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 5ഉം സഹഭാരവാഹി സ്ഥാനങ്ങളിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്കുമായി 74 നാമനിർദ്ദേശ പത്രികകളായിരുന്നു സമർപ്പിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാമേനോനും തമ്മിലുള്ള നേർക്കുനേർ പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനിടയിലാണ് ജഗദീഷ് കളം വിടുന്നതായി അറിയിച്ചത്. ഒരു വനിത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിനെ അംഗീകരിച്ചാണ് ജഗദീഷ് പിൻവാങ്ങിയത്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ജഗദീഷ് പത്രിക പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തത്. ഏത് സാഹചര്യത്തിലും മത്സരിക്കും എന്ന നിലപാടിലാണ് നടൻ ദേവൻ. തിരഞ്ഞെടുപ്പ് പ്രക്രിയ പുരോഗമിക്കുന്നതിനിടയിൽ വാർത്താസമ്മേളനം നടത്തിയ ദേവന്റെ നടപടിക്കെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. ആരോപണ വിധേയർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘടന ഇപ്പോഴും 2 തട്ടിലാണ്. അൻസിബ, സരയു, ഉഷാ ഹസീന എന്നിവർ ആരോപണ വിധേയരെ അനുകൂലിച്ച് രംഗത്തെത്തിയപ്പോൾ മല്ലിക സുകുമാരൻ, ആസിഫ് അലി, മാലാ പാർവതി എന്നിവർ വിമർശിച്ചുള്ള പ്രതികരണമാണ് നടത്തിയത്. ഓഗസ്റ്റ് 15-നാണ് തിരഞ്ഞെടുപ്പ്. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്. ഇന്നിപ്പോൾ കൃത്യമായൊരു ധാരണയാകും ഇക്കാര്യത്തിൽ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏതായാലും അമ്മയിലെ തെരഞ്ഞെടുപ്പ് അത് ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അമ്മയിലെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അമ്മയുടെ തലസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ കേന്ദ്രസ്ഥാനത്തേക്ക് ആരൊക്കെയാണ് വരിക എന്നതിനെ കുറിച്ച് നാളുകളായി നിൽക്കുന്ന ചില ആശയക്കുഴപ്പങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. അത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉയർന്നു വന്നത് എന്ന് നമുക്കറിയാം. ഏതായാലും അമ്മയുടെ ദീർഘകാലം പ്രസിഡന്റായിരുന്ന മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിലെ ഒരു കളം ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആരാകും അമ്മയുടെ പ്രസിഡന്റ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഒരു വനിത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തലപ്പത്തേക്ക് എത്തുമോ എന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗമെങ്കിൽ, മറ്റൊരു വിഭാഗം അമ്മയുടെ തലപ്പത്തേക്ക് വേറെ ചിലർ വരണം എന്ന ആഗ്രഹമുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് ആരോപണ വിധേയരും ആരോപണ നേരിടാത്തവരും തമ്മിലുള്ള ചില ഒരു തരംതിരിവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേരിതിരിവ് അമ്മയിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് 2 പേരുടെ പേരുകളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശക്തമായി നിലനിൽക്കുന്നത്. അതിലൊന്ന് ജഗദീഷിന്റെയും മറ്റൊന്ന് ശ്വേതാ മേനന്റെയുമാണ്. 7 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കും ഭാരവാഹി സ്ഥാനത്തേക്കും ഒക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവർക്ക് ഈ പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതിയാണ്. അപ്പോൾ ആരെല്ലാം ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും എന്നതാണ് ഇപ്പോൾ നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ജഗദീഷ് ഏതായാലും ഒരു പത്രിക പിൻവലിക്കുവാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. അമ്മയുടെ തലപ്പത്തേക്ക് ശ്വേതാ മേനൻ, ഒരു വനിതാ സ്ഥാനാർത്ഥി, എത്തുന്നത് ഒരു ചരിത്ര നിമിഷമാകും. അതിനാൽ താൻ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് ജഗദീഷ് മുൻപേ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ബാബുരാജിന്റെ കാര്യവും. ബാബുരാജ് ആരോപണം നേരിടുന്ന ഒരാളാണ്. അതിനാൽ തന്നെ ബാബുരാജ് മാറി നിൽക്കണമെന്ന് മല്ലിക സുകുമാരനും ആസിഫ് അലിയും പോലുള്ള ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോഴും അപ്പോൾ അൻസിബയെ പോലുള്ള മറ്റൊരു വിഭാഗം അതിന്റെ ആവശ്യമില്ല, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പോലും ആരോപണം നേരിടുന്നതല്ലേ, പക്ഷെ അവർ ഒന്നും മാറി നിൽക്കുന്നില്ലല്ലോ സ്ഥാനങ്ങളിൽ നിന്ന് എന്നൊരു വാദം ഉന്നയിക്കുകയും ബാബുരാജിനെ അനുകൂലിക്കുന്ന ഒരു വാദമായി അത് നിലനിൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ബാബുരാജ് പത്രിക പിൻവലിക്കുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. ഇതോടൊപ്പം തന്നെയാണ് ഇന്നലെ നടനും BJP നേതാവുമായിട്ടുള്ള ദേവന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും താൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ദേവന്റെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ സംഘടനയ്ക്കുള്ളിൽ പല ആശയക്കുഴപ്പങ്ങളും അമർഷങ്ങളും പുകയുന്നുണ്ട്. ഉന്മേഷ്, സ്മിത. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.